നമസ്തേ. നമ്മളൊരു ഉദാഹരണ ജാതകം തന്നെയാണ് നോക്കുന്നത്. ഞാനിന്ന് വ്യാഴത്തിൻ്റെ ഗോചരമാറ്റമുണ്ട് ജൂൺ 2-ന്, അത് ഇടാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളത് അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാം. എന്തായാലും ഇതിൽ നമ്മളൊരു ഉദാഹരണ ജാതകം തന്നെയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭിക്ഷാന്തേഹിയുടെ ജാതകമാണ്. നമുക്കൊരു ഉദാഹരണം നോക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇതൊന്ന് മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണ് ജാതകം ചിന്തിക്കേണ്ടതെന്ന്. അപ്പോൾ ഒരു ഉദാഹരണ ജാതകത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് നോക്കുക, ലഗ്നത്തിൻ്റെ പ്രാധാന്യം എന്താണ്. ഒരു ഭിക്ഷാന്തേഹി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള ഭക്ഷണം ലോകത്തുണ്ട്. പക്ഷേ അത് കുറച്ച് പേർക്ക് കിട്ടാതെ പോവുകയും കുറച്ച് പേർക്ക് അധികം കിട്ടുകയും ചെയ്യും. ഈ അധികം കിട്ടുന്നതിൻ്റെ കാരണം ലഗ്നമാണ്, കിട്ടാതിരിക്കുന്നതിൻ്റെ കാരണവും ലഗ്നവും ദശയാണ്. അപ്പോൾ ദശയും ലഗ്നവും എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ലഗ്നത്തിൻ്റെ ഫലം എങ്ങനെ വർക്ക് ചെയ്യും ജാതകത്തിൽ എന്നുള്ളത് ഉദാഹരണ ജാതകത്തിലൂടെ നമുക്ക് നോക്കാം. ഏകദേശം 3 ഒക്ടോബർ 1988 12:30 AM ജനിച്ച ഒരു ജാതകമാണ്. ലഗ്നം ഏകദേശം ഡിഗ്രികൾ ഞാൻ എഴുതിയിട്ടുണ്ട്. 22 ഡിഗ്രി, മറ്റ് 17 ഡിഗ്രിയിൽ ചന്ദ്രൻ, ശുക്രൻ 4 ഡിഗ്രിയിൽ, ശിഖി 18, സൂര്യൻ ചന്ദ്രകേന്ദ്രത്തിൽ 16 ഡിഗ്രിയിൽ, ബുധൻ 2 ഡിഗ്രിയിൽ, ഗുരു 12 ഡിഗ്രിയിൽ, ശനി 3 ഡിഗ്രി, രാഹു 18 ഡിഗ്രി, ചൊവ്വ 10 ഡിഗ്രി. ഇങ്ങനെ ചൊവ്വ വന്നിട്ട് സ്ഥാനബലം ദിഗ്ബലത്തിലാണ് ചൊവ്വ. പക്ഷേ മിഥുന ലഗ്നത്തിനും കന്നി ലഗ്നത്തിനും അനുഭവ ഗുണമില്ലാത്ത ശത്രുവാണ്. അതായത് 2 രീതിയിലാണ് ശുഭത്വം. ഒന്ന് ലഗ്നശുഭൻ, 2 നൈസർഗിക ശുഭൻ. ഇവിടെ ലഗ്നഭാവനായ ചൊവ്വ, ലഗ്നപാപനും നൈസർഗിക പാപനുമാണ് ചൊവ്വ. 6ാം ഭാവാധിപത്യം വഹിച്ച് പാപത്വം, ലഗ്നത്തിന് പാപനായ ഏറ്റവും കടും പാപനായിട്ടുള്ള ചൊവ്വ 10ൽ നിന്ന് ലഗ്നത്തിലേക്ക് നോക്കും. അതേസമയം ശനി 7ൽ നിന്ന് ദിഗ്ബലം ചെയ്ത് ലഗ്നത്തിലേക്ക് നോക്കും. ശനി ദശയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് 2008 മുതൽ 2027 വരെ. ഈ ജാതകത്തിനെ നമുക്കൊന്ന് ലോജിക്കലായിട്ട് നോക്കാം. എന്താണ് പ്രധാനമായിട്ടും ഏതൊരു ജാതകം എടുത്താലും ലഗ്നം ലഗ്നാധിപൻ്റെ ബലത്തിനനുസരിച്ചാണ്. ഞാൻ എപ്പോഴും പറയും, അഷ്ടമാധിപൻ്റെ ദശ എല്ലാവർക്കും വരും, എല്ലാവർക്കും ഒരുപോലെ തന്നെ വരിക. പക്ഷേ അഷ്ടമാധിപൻ്റെ ദോഷങ്ങൾ താങ്ങുന്നതിന് വേണ്ട ശക്തിയിലാണ് വ്യത്യാസം വരുത്തിയിരിക്കുന്നത്. അതായത് ജാതക ഫലമുള്ള ലഗ്നഫലമുള്ള ഒരാൾക്ക് അഷ്ടമാധിപൻ്റെ ദശ താങ്ങാനുള്ള ശേഷിയും കൂടിയുണ്ട്. അയാൾക്ക് അതിൻ്റെ പ്രതിസന്ധികൾ വളരെ ഈസി ആയിട്ട് മറികടക്കാനുള്ള കഴിവുണ്ട്. അതേസമയം ലഗ്നഫലം ഇല്ലാത്ത ഒരാൾ, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരു മുള്ളു കുത്തിയാൽ ഒരാഴ്ച ലീവ് എടുക്കുന്ന ആളുകൾക്ക് ലഗ്നഫലം ഉണ്ടാവില്ല. കാല് മുറിച്ച് കളഞ്ഞാൽ അടുത്ത ദിവസം ജോലിക്ക് പോകുന്ന ആൾക്ക് ലഗ്നഫലമുണ്ട്. ഇത്ര വ്യത്യാസമുള്ളൂ. 2 പേർക്കും ദുർഘടം ഒരുപോലെ തന്നെയാണ് വരുന്നതെങ്കിലും ലഗ്നഫലമുള്ളവൻ അതിനെ വളരെ പെട്ടെന്ന് മറികടന്ന് മുന്നേറിപ്പോവും. ഫലമില്ലാത്തവൻ അതിൽ തന്നെ ജീവിക്കും. അതാണ് ലഗ്നത്തിലേക്കും ചന്ദ്രനിലേക്കും ശനിബന്ധം വരുന്നത്. തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലായ്മ കാണിക്കുന്നു. ഇതാ ലഗ്നം മിഥുന ലഗ്നമാണ്, ജ്ഞാനമുള്ള ലഗ്നമാണ്, അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന ലഗ്നമാണ്, വിദ്യയും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള ലഗ്നമാണ്. പക്ഷെ ചില കുഴപ്പങ്ങൾ ഈ ലഗ്നത്തിൽ വരുന്നത് കൊണ്ട്, പ്രത്യേകിച്ചും 4ാം ഭാവം 9ാം ഭാവമൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരു ജാതകം ഒരു 20 വയസ്സ് വരെ 25 വയസ്സ് വരെ നമുക്ക് എപ്പോഴും സപ്പോർട്ട് എന്താ വേണ്ടത്? മാതാവ്, പിതാവ്. മാതാവിൻ്റെയും പിതാവിൻ്റെയും സപ്പോർട്ട് വേണം. മാതാവിൻ്റെയും പിതാവിൻ്റെയും സപ്പോർട്ടിന് തടസ്സം വരുമ്പോൾ തന്നെ ജാതകത്തിന് കുറച്ചൊരു ബുദ്ധിമുട്ട് വരും. ഒറ്റയ്ക്കൊരിക്കലും നമുക്ക് 20 വയസ്സ് വരെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നല്ല മാതാപിതാക്കൾ ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു ജാതകം വരുമ്പോൾ ആദ്യം തന്നെ 4, 9 ഭാവങ്ങൾക്കും ലഗ്നത്തിനും ബലമുണ്ടോ, അനുഭവിക്കാൻ ലഗ്നഗുണം, അനുഭവിക്കുന്നത് വരെ താങ്ങാനുള്ള മാതാവും പിതാവും ശക്തനാണോ, ഇത് രണ്ടും ഉണ്ടെങ്കിൽ തന്നെ ജാതകം ബലവാനാണ്. ഈ ജാതകത്തിൽ 4ൽ സൂര്യനാണ് നിൽക്കുന്നത്. ശനിയുടെ 10ാം ദൃഷ്ടിയും ചൊവ്വയുടെ 7ാം ദൃഷ്ടിയാണ്. അഷ്ടമാധിപനായ ശനിയും 6ാം ഭാവാധിപനായ ചൊവ്വയുമാണ് ദൃഷ്ടി ചെയ്യുന്നത്. 4ലേക്ക് ദൃഷ്ടി ചെയ്തു, 4ാം ഭാവത്തിനെ കേടുവരുത്തി. അവിടെ സൂര്യൻ എന്ന് പറയുന്ന മറ്റൊരു ഭാവം വന്നു. അപ്പോൾ 3 ഭാവബന്ധം വന്ന 4ാം ഭാവം കേടുവന്നു. ഭാവാധിപന് ബലമുണ്ട്, ചന്ദ്രന് ബലമുണ്ടോ? കാരകൻ, മാതൃകാരകന് ബലമുണ്ടോ? കാരകന് ബലമില്ല. കാരകനും ശനി ദൃഷ്ടി, ചൊവ്വ ദൃഷ്ടി. ഒരേ സമയം ചൊവ്വയുടെയും ശനിയുടെയും, അല്ലെങ്കിൽ ചൊവ്വ, ശനി, രാഹു, അല്ലെങ്കിൽ അങ്ങനെ ഭാവബന്ധങ്ങൾ കൂടുതൽ വരുന്നതിനനുസരിച്ച് ഭാവവും ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങളും കെട്ടുപോകും. ഏതൊക്കെ ഗ്രഹങ്ങളുമായിട്ടാണോ, ഏതൊക്കെ ഭാവങ്ങളുമായിട്ടാണോ ഒരേ സമയം ഭാവബന്ധം കൂടിക്കൂടി വരുന്നത്, അതിനനുസരിച്ചാണ് അതിൻ്റെ ദോഷം കൂടുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. അതുകൊണ്ടാണ് ഇവിടെ ചന്ദ്രൻ കെട്ടു 4ാം ഭാവത്തിലേക്ക്, ശനിയുടെ 10ാം ദൃഷ്ടി, ചൊവ്വയുടെ 7ാം ദൃഷ്ടി. രാശിയിലേക്ക് ചന്ദ്രനെ ആര് നോക്കും? ചൊവ്വ 4ാം ദൃഷ്ടി കൊണ്ട് നോക്കും, ശനി നോക്കും.
അപ്പോൾ രണ്ടും സത്യത്തിൽ കെട്ടുപോയി. ഇത് രണ്ടും എന്താണ്? ലഗ്നാധിപൻ്റെ ഭാവങ്ങളാണ്. അതായത് ബുധൻ്റെ 2 വീടുകളും കെട്ടും. സൂര്യചന്ദ്രന്മാരുണ്ട് അവിടെ, ചന്ദ്രൻ ഉണ്ട് എന്നുള്ളത് ചെറിയൊരു ഗുണമാണ്. പക്ഷെ അതേസമയം എന്ത് പറ്റും? ബുധൻ്റെ 2 വീടുകളും കെട്ടും. ബുധന് ചെറിയ ശുഭത്വമുണ്ട്. അപ്പോൾ കുഞ്ഞു വയസ്സിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ മാതാവ് നഷ്ടപ്പെടും. പിതാവിൻ്റെ അവസ്ഥയോ? പിതാവ് 9-ൽ നിൽക്കുന്ന രാഹുവാണ്. 9-ൽ രാഹുവാണ് നിൽക്കുന്നത്. 9ാം ഭാവാധിപൻ ശുഭനാണ്. പക്ഷെ 9ലേക്ക് രാഹു നിന്ന് ശനി നോക്കും. 9ാം ഭാവാധിപനാണല്ലേ നോക്കുന്നതെന്ന് ചോദിക്കും. 9ാം ഭാവാധിപനാണെങ്കിലും ശനി ദൃഷ്ടിയാണ്, പാപത്വം വരും. 9ാം ഭാവത്തിലേക്ക് ശനി ദൃഷ്ടി രാഹു ബന്ധം 2 ദോഷം വരുമ്പോൾ ഉടൻ അതവിടെ ഭാവത്തിന് തടസ്സം വരും. വേണ്ടത്ര പിതാവിൻ്റെ ഗുണം കിട്ടില്ല. ശുക്രൻ്റെ ദൃഷ്ടി ഒരു പരിഹാരമാണ്. പിതാവ് ഉണ്ടായിരുന്നു, ആവശ്യത്തിന് സപ്പോർട്ട് ചെയ്തിരുന്നു ഒരു നല്ല സമയം വരെ. പക്ഷേ അതിലും വലിയ പ്രോബ്ലംസ് വരുന്നതുകൊണ്ടാണ് അദ്ദേഹത്തിന് കവർ ചെയ്യാൻ പറ്റാതിരുന്നത്. അതേപോലെ കാരകനായ സൂര്യന് ശനിയുടെയും ചൊവ്വയുടെയും ഒരേ ദൃഷ്ടി വരുന്നുണ്ട്. ഗുരുദൃഷ്ടി പിന്നീടാണ് പരിഹാരം. അതുകൊണ്ട് പിതാവ് ഉണ്ടായിരുന്നു, നല്ല പ്രായം വരെ പിതാവ് കൂടെ ഉണ്ടായിരുന്നു. പിതാവ് ഒരുവിധം സഹായം ഉണ്ടായിരുന്നു. പക്ഷെ മാതാവ് വളരെ ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടു. എന്തായാലും 9ാം ഭാവത്തിനും 4ാം ഭാവത്തിനും നല്ല തടസ്സമുണ്ട്. അതായത് 4ാം ഭാവത്തിന് അധിക തടസ്സവും. കാര്യം 4ാം ഭാവ കാരകനായിട്ടുള്ള ചന്ദ്രനും എല്ലാം കെട്ടുപോയി. അതേപോലെ 9ാം ഭാവാധിപന് കേടില്ല, ഭാവത്തിലേക്ക് ബന്ധം കേടുവന്നു, കാരകൻ കെട്ടു. ഭാവാധിപൻ ബലവാനാണ്. ഇവിടെ അതെ 4ാം ഭാവാധിപൻ ബലവാനാണ്. ആ ഒരു ശുഭത്വമാണ്. അപ്പോൾ മാതാവും പിതാവും കെട്ടു. ഒരു ജാതകത്തിൽ എങ്ങനെയാണ് ഒരു ഭിക്ഷാന്തേഹിയാവുക അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കാനാണ് ലഗ്നത്തിലേക്കാണ് ചൊവ്വയുടെയും ശനിയുടെയും ദൃഷ്ടി വരുന്നത്. ഒരേ സമയം ചൊവ്വ ശനി ദൃഷ്ടി അത് ആർക്കും വന്നു. ലഗ്നത്തിലേക്ക് വന്നാൽ, ശനിബന്ധം വന്നാലേ തീരുമാനം എടുക്കാൻ കഴിയില്ല. ഡിസിഷൻ എടുക്കുന്നിടത്താണ് ചൊവ്വ നമുക്ക് കൺഫ്യൂഷൻസാണ് തരിക. എന്ത് ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കാനേ പറ്റില്ല. ചൊവ്വ എപ്പോൾ വന്നാലും, ചൊവ്വ വരുന്നതൊക്കെ നമുക്ക് ഡിലേ വരും. ഡിലേ വരിക എന്ന് പറയുന്നത് തീരുമാനം എടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഡിലേ വരുന്നത്. ചൊവ്വ അങ്ങനെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്രനെ ശനി നോക്കിയാൽ അല്ലെങ്കിൽ ലഗ്നത്തിനെ ശനി നോക്കിയാൽ ശനി നിന്നാൽ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. അപ്പോൾ രാവിലെ ഒരു തീരുമാനമായിരിക്കും, വൈകിട്ട് മറ്റൊരു തീരുമാനമായിരിക്കും. അപ്പോൾ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ വളരെ ബുദ്ധിമുട്ട്, അതായത് പേടിയുണ്ടാവാം, ഭയമാവാം, മാനസിക ബുദ്ധിമുട്ടുകളാവാം, പലതും കാരണം തീരുമാനം എടുക്കാൻ കഴിയാത്ത ലഗ്നസ്ഥിതി. ലഗ്നത്തിലേക്ക് ഒരേ സമയം ചൊവ്വയുടെയും ശനിയുടെയും ദൃഷ്ടി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ജാതകത്തിന് അഷ്ടമാധിപനായ 9-ൽ രാഹു നിൽക്കുന്ന ഗുരുദൃഷ്ടി പിന്നീടാണ്. അഷ്ടമത്തിലേക്ക് ഗുരുദൃഷ്ടി ഉണ്ട്. അതുകൊണ്ട് ആയുർദോഷത്തിന് പറഞ്ഞുകൂടാ. പക്ഷേ ശനി വന്നിട്ട് 9-ലേക്ക് നോക്കി അഷ്ടമാധിപത്യം തരുന്ന ശനി ദശയെ നടക്കുന്ന 2008 മുതൽ 2027 വരെ. ഈ അവസാന സമയങ്ങളിലാണ്, അതായത് 2ാമത്തെ പകുതിയിലാണ് ശരിക്കും പറഞ്ഞാൽ പിതാവിനെയും നഷ്ടപ്പെട്ട് ഒരു വല്ലാത്തൊരവസ്ഥയിൽ, സത്യത്തിൽ സാമ്പത്തികമായിട്ടും ജോലി കിട്ടാതെയും, വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആളാണ്, പക്ഷേ ജോലി കിട്ടില്ല. കാര്യം അസുഖങ്ങളും കുറേ പ്രോബ്ലംസ് അദ്ദേഹത്തിന് വന്നു. ശരിയായ കണ്ടീഷനല്ലാത്തൊരവസ്ഥ വന്നു. അപ്പോൾ ശരിയായ രീതിയിൽ ജോലി കിട്ടാതെ അദ്ദേഹം വീടില്ല, മറ്റവസ്ഥകളൊന്നും ഇല്ലാത്തൊരു ബുദ്ധിമുട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഭിക്ഷാന്തേഹി എന്ന് തന്നെ 100% ഭിക്ഷാന്തേഹിയായിട്ട് തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യമായിട്ട് ജോലി എപ്പോഴെങ്കിലും വല്ല ജോലി എവിടുന്നെങ്കിലും ആരെയും നല്ല വിദ്യാഭ്യാസം ഉണ്ട്, പക്ഷേ അത് കൊടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനില്ല. അദ്ദേഹത്തിൻ്റെ ഹെൽത്തും അദ്ദേഹത്തിൻ്റെ ഓറയും ഇല്ലാത്തതുകൊണ്ട് തന്നെ കിട്ടില്ല. എന്തുകൊണ്ട് കിട്ടില്ല? അഷ്ടമാധിപത്യം വഹിച്ച ശനി 2ാം പകുതിയിൽ അഷ്ടമാധിപത്യം വഹിച്ച ആദ്യ പകുതിയിൽ 9-ലേക്ക് നോക്കുന്നതുകൊണ്ട് ആദ്യം 9ാം ഭാവാധിപത്യമാണ്. പക്ഷെ അവിടെ പിതാവിനെ ഇല്ലാതെയാക്കി. പിതൃനഷ്ടം വരും. കാര്യം രാഹു അവിടെ നിന്ന് ശനി 9-ലേക്ക് നോക്കുന്നുണ്ട്. അത് വരുമ്പോൾ എന്ത് സംഭവിക്കും? ആ ആദ്യത്തെ പകുതി കഴിയുന്നതിന് മുമ്പ് തന്നെ പിതൃനഷ്ടം വന്നു. 2ാമത്തെ പകുതിയിൽ പിതാവില്ലാതെ, മാതാവ് ഓൾറെഡി നഷ്ടപ്പെട്ടു, മാതാവും പിതാവും നഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടി വരും അഷ്ടമാധിപൻ്റെ ദശ.